കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടപടികളും കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായവർ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ അധ്യക്ഷനായി. പൗരന്മാർക്ക് തുല്യ നീതി നടപ്പിലാക്കുക. പൗരന്മാർക്ക് തുല്യ നീതി നടപ്പിലാക്കുക. നീതി നടപ്പിലാക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ധർണ സമരം സിന്ദാബാദ്. ഒറ്റക്കെട്ടായി മുന്നോട്ട്. പോലീസിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക. നാട്ടിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുക. ഇപ്പോഴ് ഇതൊരു വ്യവസായമായി മാറിയിട്ടുണ്ട്. കേരളം വളരുന്നു, വികസിക്കുന്നു എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള വികസന പ്രവർത്തനമാണ് നടക്കുന്നത്. ഇതിന്റെ പിറകിലൊക്കെ ചില മാഫിയകളുണ്ട്. കണ്ണൂർ അർബൻ നിധി എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചത് 2021 എൻ്റെ ഓർമ്മയിൽ. ആ 2021 അത് ആരംഭിക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് ഉദ്ഘാടനം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട EP ജയരാജൻ അവിടെ എത്തിയിരുന്നു. അതാണ് ഉദ്ഘാടനം ചെയ്തത്. സർക്കാർ നിലനിൽക്കുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാൾ അത് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആധികാരികത നൽകുന്ന ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ കേരളം കേവലം ഈ ഒരു അർബൻ നിധി തട്ടിപ്പ് മാത്രമാണോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നിട്ടുള്ളത്? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലാക്കുക, കുറ്റപത്രം എത്രയും വേഗത്തിൽ കോടതിയിൽ സമർപ്പിക്കുക, ക്രൈംബ്രാഞ്ചിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക, പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ അർബൻ നിധി ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. സെക്രട്ടറി CN രാധാമണി, ട്രഷറർ വേണു തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.